ഐതിഹ്യ പെരുമയിൽ എരുമേലി പേട്ടതുള്ളൽ ഇന്നാണ്. പ്രശാന്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ആചാരപരമായുള്ളൊരു പേട്ടതുള്ളൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മായ മതമൈത്രിയുടെ സംഗമഭൂമിയായ എരുമേലിയിൽ ഇന്ന് ഏറ്റവും വലിയ ആഘോഷമായ പേട്ടതുള്ളൽ നടക്കും. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളലാണ് ഇവിടെ ഏറ്റവും പ്രധാനം. രാവിലെ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കും. കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളലിനുള്ള വാള് പൂജിച്ച ശേഷം തയ്യാറായി നിൽക്കുമ്പോൾ ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുമ്പോഴാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ ഇന്ന് വാവരുപള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വാവരുപള്ളിയിൽ സ്വീകരണം നൽകും. ഇവിടെ പുഷ്പവൃഷ്ടിക്കും ശേഷം വാവരുപള്ളിയെ വലം ചുറ്റി സംഘം വലിയമ്പലത്തിലേക്ക് നീങ്ങും. വാവരുടെ പ്രതിനിധിയായി ആസാദ് താഴ്ത്തുവീട്ടിൽ ഈ സംഘത്തെ അനുഗമിക്കും. സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണ പിള്ളയുടെ നേതൃത്വത്തിൽ 250 പേരാണ് ഈ അമ്പലപ്പുഴ പേട്ടതുള്ളൽ സംഘത്തിലുള്ളത്. വലിയമ്പലത്തിൽ പേട്ടതുള്ളൽ എത്തിച്ചേർന്ന ശേഷം ഇവിടെ പേട്ട സദ്യയും നടക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. അമ്പലപ്പുഴ സംഘത്തിനൊപ്പം വാവരുടെ പ്രതിനിധിയും പോയി എന്ന സങ്കല്പത്തിൽ വാവരുപള്ളിയിൽ കയറാതെയാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ. ഇവർ വെള്ളവസ്ത്രമണിഞ്ഞ് ഭസ്മം പൂശിയാണ് പേട്ടതുള്ളുന്നത്. ഏതായാലും ഇന്ന് എരുമേലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്സവ നിമിഷങ്ങളാണ്. രാവിലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലും ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കും. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ഈ അപൂർവ നിമിഷത്തെ അല്ലെങ്കിൽ ഈ ചരിത്രപ്രസിദ്ധമായ നിമിഷത്തെ കാണുന്നതിനും പങ്കെടുക്കുന്നതിനുമായി നിരവധി ആളുകൾ എത്തും. ഈ സമയം എരുമേലിയിലുള്ള നിരവധി ആളുകൾ ഈ മകരവിളക്കിന് പങ്കെടുക്കുന്നത്, മകരജ്യോതി ദർശിക്കുന്നതിനുമായി എത്തുന്ന ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരും ഈ സമയം പേട്ടതുള്ളലിൽ പങ്കാളികളാകും. ഏതായാലും എരുമേലി പേട്ടതുള്ളലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പോലീസും വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം എരുമേലിയിൽ ഭക്തരുടെ ഒരു വലിയ ഒരു സാഗരമായിരിക്കും, അയ്യപ്പ ഭക്തരുടെ ഒരു സാഗരമായി എരുമേലി മാറുന്ന കാഴ്ചയാകും നമുക്ക് കാണാൻ കഴിയുമായ. ശരി, പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.